ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. ഈ കേസിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത് നജീബാണ്, വീണ വിജയനല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ED റെയ്ഡ് വേണ്ട രീതിയിൽ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. അല്ലെങ്കിൽ ബോധപൂർവം അത് ആരൊക്കെയോ മുക്കിക്കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ നജീബിൻ്റെ ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് അവയവ കച്ചവടമാണ്. സാധാരണക്കാരിൽ നിന്ന്, പാവപ്പെട്ടവരിൽ നിന്ന് അവയവങ്ങൾ വാങ്ങി അത് വൻ തുകയ്ക്ക് മറ്റുള്ള ആളുകൾക്ക് മറിച്ചു വെക്കുക എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അവയവ കച്ചവടത്തിൻ്റെ പേരിൽ വലിയ കള്ളപ്പണ ഇടപാടുകളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്നാണ് EDക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ആശുപത്രി അടക്കം കേന്ദ്രീകരിച്ച് 5ഓളം ജില്ലകളിലൊക്കെ റെയ്ഡ് നടന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇത് ഭയങ്കര ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയല്ലേ? തീർച്ചയായിട്ടും കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന എന്നുള്ള വാക്ക് അനവസരത്തിൽ പ്രയോഗിച്ച് ഒരുപക്ഷെ അതിന്റെ അർത്ഥം തന്നെ ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മനസാക്ഷിയെ സ്തംഭിപ്പിക്കുന്ന ഒരു വലിയ ഒരു മാഫിയയുടെ വിവരങ്ങളാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനെ തുടർന്ന് പുറത്തു വന്നത്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോയിട്ട് ഇത് കണ്ടതായിട്ട് പോലും ഭാവിച്ചിട്ടില്ല. പലപ്പോഴും പ്രേക്ഷകർക്ക് മുമ്പിൽ മാധ്യമങ്ങൾ സമൂഹത്തിന് മുന്നിൽ രോഷം കൊള്ളുന്ന ഈ ആക്ടിവിസ്റ്റുകൾ എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന ഗ്രൂപ്പുകളും അതുപോലെ വലിയ വീരന്മാരായ മാധ്യമ പ്രവർത്തകരും ഭൂമിക്ക് ചന്ദ്രനും സൂര്യനും താഴെയുള്ള എല്ലാ വിഷയങ്ങളിലും അന്തിച്ചർച്ച നടത്തുന്നവരും ഒന്നും ഇതിനെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടുന്നില്ല. കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം ഒരു വലിയ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അതിന്റെ നഖങ്ങളും അതുപോലെ തന്നെ ശാഖോപശാഖകളായി വളർന്നു കിടക്കുന്ന ഒരു മാഫിയയുടെ കേന്ദ്രമാണ് കേരളം എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിലൂടെ പുറത്തു വരുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കാണും, അവയവങ്ങൾ എടുത്തിട്ട് പാവപ്പെട്ടവരുടെ അവയവങ്ങൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നിങ്ങളറിയില്ല നിങ്ങളുടെ ഒരു കിഡ്നി നഷ്ടപ്പെട്ടെന്ന്. നിങ്ങൾ ചിലപ്പം എങ്ങനെ മരിച്ചു എന്ന് നിങ്ങൾക്കും പലർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിനൊന്നും പലപ്പോഴും വിധേയമാക്കാറില്ല. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറും ഈ പറയുന്ന ഒരു ചങ്ങലയിലെ കണ്ണി ആയിരിക്കാം. സ്വാഭാവികമായിട്ടും ഇവരൊക്കെ തന്നെ പരസ്പര സഹായ സഹകരണ സംഘമാണ്. ബില്യൺസ്, വെറും കോടികൾ എന്നല്ല, ശതകോടികൾ മറിയുന്ന ഒരു വ്യവസായം, ഒരു കള്ളക്കടത്ത്, ഒരു മനുഷ്യരെ തന്നെ കള്ളക്കടത്ത്, മനുഷ്യരുടെ അവയവങ്ങൾ കള്ളക്കടത്ത് നടത്തുന്ന ഒരു കച്ചവടം. ആ കച്ചവടം കേരളം അതിന്റെ ഒരു വലിയ കേന്ദ്രമാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ 5 ജില്ലകളിൽ 9 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. ഈ റെയ്ഡിൽ കൊച്ചിയിലെ ഏറ്റവും പ്രമുഖമായ സ്വകാര്യ ആശുപത്രികളായ ലേക്ക് ഷോർ ആശുപത്രിയും മെഡിക്കൽ ട്രസ്റ്റിലും റെയ്ഡ് ഉണ്ടായിരുന്നു. ഈ 2 ആശുപത്രികളെ കൂടാതെ നിരവധി ആശുപത്രികൾക്ക് ഇത്തരം അവയവ മാഫിയയുമായിട്ട് ബന്ധമുണ്ട് എന്ന സൂചനകളാണ് ചില മാധ്യമങ്ങൾ കേരളത്തിൽ ഇന്ന് വാർത്ത പുറത്തുവിട്ടത്. മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ഇതുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആകെ വളരെ ചെറിയ കുറച്ച് മാധ്യമങ്ങളിൽ മാത്രമേ കണ്ടുള്ളൂ. ജന്മഭൂമി അല്ലെങ്കിൽ അതുപോലുള്ള ചില മുഖ്യധാര മാധ്യമങ്ങൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബാക്കി ആരും ഇത് റിപ്പോർട്ട് ചെയ്യുന്ന പോലുമില്ല. ഇവരുടെയൊക്കെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം ലഭിക്കുന്ന, ഇവരുടെ കയ്യിൽ നിന്നും കോടികൾ വരുമാനം കിട്ടുന്ന കേരളത്തിലെ മാധ്യമ മുതലാളിമാര് മറ്റു പലതിൻ്റെയും ഇക്കിളി വാർത്തകളുടെ പുറകെ പോകുമ്പോൾ ഇത്തരം മനുഷ്യന്റെ ജീവനെയും സ്വത്തിനെയും സമൂഹത്തിന്റെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്ന ഈ മാഫിയകൾ കേരളത്തിൽ അഴിഞ്ഞാടുകയാണ്. അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. കേരള പോലീസ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ ഒരു വിഷയത്തിൽ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയതായിട്ടാണ് നമുക്ക് വാർത്തയുള്ളത്. പക്ഷേ ഉന്നതങ്ങളിൽ നിന്ന് ആരൊക്കെയോ ഇടപെട്ട് ആ അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നതാണല്ലോ അതിനുശേഷം അത്തരം വിഷയങ്ങളിൽ സംബന്ധിച്ച വാർത്തകളൊന്നും വരാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആരായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ ഈ ഒരു അതീവ ഗൗരവമുള്ള കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന, കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവനും അതുപോലെ തന്നെ ആരോഗ്യത്തിനും വില പറയുന്ന ഈ മാഫിയകളെ സംരക്ഷിച്ചത് കേരളത്തിൽ ആരായിരുന്നു? കഴിഞ്ഞ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെടാതിരുന്നത്? കേരള പോലീസ് അദ്ദേഹത്തിന്റെ കീഴിലല്ലായിരുന്നു.
അന്നത്തെ ആരോഗ്യമന്ത്രിയായ വീണ വിജയൻ ഒരു മുൻ പത്രപ്രവർത്തകയാണ്. അവർ പണ്ട് മാധ്യമ ചർച്ചകളിൽ അഴിമതിക്കും അനീതിക്കും ഒക്കെ എതിരെ രോഷം കൊണ്ടിരുന്നത് വെറും വ്യാജമായിരുന്നു. എന്താണ് ഇതിനകത്തിലൊന്നും അവർ മിണ്ടാത്തത്? കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിച്ച ഇടതുമുന്നണി സർക്കാർ പാവപ്പെട്ടവന്റെയും അധ്വാനിക്കുന്നവന്റെയും ഒക്കെ സർക്കാരാണെന്ന് പറയും. ആ സർക്കാരിലെ കാണുന്നവനെയൊക്കെ ചീത്ത വിളിക്കുന്ന മണിയാശാൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ടായിരുന്നല്ലോ. അങ്ങേരും ഇതിനകത്തിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വലിയ ആദർശ വീരന്മാരും ആദർശ ശുദ്ധിയുള്ളവരുമായിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ ഒരുത്തം പോലും ഒന്ന് നാവൊന്ന് ചലിപ്പിച്ചിട്ടില്ലല്ലോ. കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും മാത്രം വാതുറക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയക്കാരുണ്ട്. അവരെ നമ്മൾ തൽക്കാലം കുറ്റപ്പെടുത്തുന്നില്ല. അവരുടെ യഥാർത്ഥ മുഖം എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷെ ആദർശത്തിന്റെ മുഖം മൂടി ധരിച്ച ഒരുപാട് രാഷ്ട്രീയക്കാർ കേരളത്തിലുണ്ട്. അവരും വേണ്ടിയിട്ടില്ല. ഇത്ര ഭീകരന്മാരാണോ? ഇത്ര സ്വാധീനശേഷിയുണ്ടോ ഈ അവയവ മാഫിയയ്ക്ക്? ആരാണ് ഇവരുടെയൊക്കെ പിറകിൽ? ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പല സംശയങ്ങളുമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഈ അപകടങ്ങളിലൊക്കെ ആശുപത്രിയിൽ എത്തപ്പെടുന്നവരുടെ പലപ്പോഴും അവരുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ വെച്ച് നിർബന്ധിതമായിട്ട് പല കാര്യങ്ങളിലും അവയവദാനം നടത്താൻ അവരെ കൊണ്ട് ഒപ്പിടിക്കുന്നതായിട്ടുള്ള പരാതികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഈ വലിയ തുക കൊടുക്കാനില്ലാതെ കേരളത്തിലെ ആശുപത്രികളിൽ ഇങ്ങനെ വലയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ആശുപത്രിയിൽ പോയാലേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അതായത് നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നതോടുകൂടി നിങ്ങൾ നിസ്സഹായനായിട്ട് മാറുകയാണ്. നിങ്ങൾ കേരള സ്റ്റേറ്റ് പോലീസ് ചീഫ് ആണെങ്കിലും ശരി, നിങ്ങൾ കേരളത്തിലെ ഒരു ചുമട്ടുതൊഴിലാളിയാണെങ്കിലും ശരി, നിങ്ങൾ ഈ റോഡ് വക്കിലിരുന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനായാലും ശരി, നിങ്ങൾ ആരായാലും ശരി, ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ നിസ്സഹായനാണ്. അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഡോക്ടറും നഴ്സും അല്ലെങ്കിൽ ആശുപത്രി അധികൃതരും ഒക്കെ പറയുന്നത് അപ്പടി വിശ്വസിച്ചേ പറ്റൂ. അവർ നിങ്ങളോട് പറയുന്നതിന്റെ സാങ്കേതികതകളുടെ മേമ്പൊടി ചേർത്ത് അത്തരം ജാർഗഡുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ കടിച്ചാൽ പൊട്ടാത്ത പദങ്ങളും അതുപോലുള്ള രോഗങ്ങളുടെ പേരുകളും പറയുമ്പോൾ നിങ്ങൾ അന്തം വിട്ട് നോക്കി നിൽക്കാനല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും ഇവിടെ കേരളത്തിലെ ആശുപത്രികളിലൊന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ ഉള്ളതുപോലെ രോഗിക്ക് വലിയ അവകാശമൊന്നുമില്ല. പാശ്ചാത്യ ലോകത്ത് ഡോക്ടർക്ക് ഇല്ലാത്ത അധികാരങ്ങളാണ് കേരളത്തിലെ ഡോക്ടർമാർക്കുള്ളത്. പാശ്ചാത്യ നാടുകളിൽ അമേരിക്കയിലൊക്കെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഡോക്ടറും കെമിസ്റ്റും കൂടെ ചേർന്നിട്ടാണ്, അതായത് ഫാർമസിസ്റ്റൂടെ. ഡോക്ടർക്ക് മരുന്നിന്റെ ചേരുവകളെ കുറിച്ച് എന്തറിയാം? ഈ ഡോക്ടർമാർ ഇതിന്റെ കെമിക്കൽ ആസ്പെക്ട്സ് പഠിക്കുന്നുണ്ടോ? വളരെ ചെറുതായിട്ട്, നിങ്ങളെയും എന്നെയൊക്കെ പോലെ, അല്ലെങ്കിൽ അതിലല്പം കൂടുതൽ പഠിക്കുന്നുണ്ടായിരിക്കും. അതല്ലാതെ അവർക്ക് അറിഞ്ഞുകൂടാ. കെമിസ്റ്റുകളാണ് ഇക്കാര്യത്തിൽ അവസാന വാക്ക്. പക്ഷെ അവരെ കേരളത്തിൽ ഒരിക്കലും മരുന്ന് എഴുതാനുള്ള അവകാശം കേരളത്തിലെ നല്ല ഇന്ത്യയിലില്ല. ചുമട്ടുതൊഴിലാളികളെ പോലാണ് കേരളത്തിലെ ഡോക്ടർമാരുടെ സംഘടനകൾ. IMA ഒക്കെ ഈ സാധാരണ കേരളത്തിലെ CITO, INTUC, BMS ഒക്കെ നടത്തുന്ന രീതിയിലുള്ള ചില ഇടപെടലുകളാണ് നടക്കുന്നത്. ഇവിടെ ഇത്രയും വലിയൊരു അവയവ മാഫിയയുടെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടായി എന്ന് നാളുകൾ കൊണ്ട് പല റിപ്പോർട്ടുകൾ വന്നിട്ടും ഈ കേരളത്തിലെ ഭിഷഗ്വരന്മാരുടെ സംഘടനകൾ ഒന്നും തന്നെ ഇതിൽ കൃത്യമായ നിലപാടെടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. ദുരൂഹമാണ്. ഇവരിൽപ്പെട്ട പല ആൾക്കാരും തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സമരം പ്രഖ്യാപിക്കുകയും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കൂട്ടായ്മകൾ വരികയും അതുപോലെ തന്നെ CME, കണ്ടിന്യൂസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ ഓമന പേരിട്ടിട്ടുള്ള പാർട്ടികളൊക്കെ നടക്കുകയും അതുപോലെ തന്നെ മരുന്ന് കമ്പനികളുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാവുകയും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അപ്പോഴൊക്കെ പല്ലും നഖവും ഉപയോഗിച്ച് സത്യം എന്താണ് എന്ന് ചോദിക്കുന്നവരെ ഇല്ലാതാക്കാനായിട്ട് കേസുകളിലും പരാതികളിലും ഭീഷണികളും അതുപോലെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുകയാണെങ്കിൽ നിങ്ങളെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുന്ന ഗുരുതരമായ സ്വഭാവ പ്രത്യേകതകൾ കാണിക്കുന്ന ഡോക്ടർമാരുടെ സംഘടനകളാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത്. ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ചോദിക്കാൻ പാടില്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു ക്ലാസ്സാണ് ഡോക്ടർമാർ. പഴയ കാലത്തെ വരേണ്യവർഗമായ ബ്രാഹ്മണരെ പോലാണ് ഇന്നത്തെ ഡോക്ടർമാർ. ആ ഡോക്ടർമാർക്ക് അവര് നിങ്ങളോട് പറയുന്ന തുക നിങ്ങൾ അടയ്ക്കുക എന്നുള്ളതല്ലാതെ, അവര് പറയുന്ന മരുന്ന് നിങ്ങൾ കഴിക്കുക എന്നുള്ളതല്ലാതെ, നിങ്ങൾ അവരുടെ മുന്നിൽ നിസ്സഹായനാണ്.
ഈ സംഘടനകൾ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് നല്ല ഡോക്ടർമാരില്ലെന്നല്ല. തീർച്ചയായിട്ടും ഈ അവയവ മാഫിയ ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൊല്ലത്തുള്ള ഡോക്ടർ ഗണപതി എന്ന ഒരാൾ വലിയ ശക്തമായ ഇടപെടലുകൾ നടത്തിയതായിട്ട് ഒരിക്കൽ ഞാൻ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ കുറിച്ചൊന്നും ഞാൻ വാർത്ത പിന്നീട് കാണാതായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ഒക്കെ ജനകീയരായിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുകയും ആ രീതിയിൽ ചികിത്സ നടത്തുകയൊക്കെ ചെയ്യുന്ന ഡോക്ടർമാർ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ഡോക്ടർമാരുടെ സംഘടനകൾ, ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ ശേഷിയുള്ള ഡോക്ടർമാരുടെ സംഘടനകൾക്ക് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അവർ ഇടപെടലുകളൊന്നും നടത്താതിരുന്നത്? എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അവരെ ഗൗരവമായിട്ട് എടുക്കാതിരുന്നത്? ഇപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ യഥാർത്ഥത്തിൽ ഈ അവയവ കച്ചവടം നടക്കുമ്പോൾ എന്തിനാണ്? അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഇന്ത്യയിലെ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് പലരുടെയും, അതായത് MLA-മാരുടെയും MP-മാരുടെയും ഒക്കെ സമ്മതപത്രം കിട്ടിയെന്ന് ഉള്ള വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പലപ്പോഴും ഈ അവയവ ദാതാവും സ്വീകർത്താവും ബന്ധുക്കളാണെന്ന് കാണിക്കുന്ന വ്യാജ രേഖകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ കേരളത്തിലെ ആശുപത്രികളിൽ ഇത്തരം ശസ്ത്രക്രിയകൾ നടക്കുന്നതായിട്ട് വാർത്ത വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു സത്യത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇവരെന്തുകൊണ്ടാണ് ഇടപെടൽ നടത്താത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ സർവ്വതിനും അലറി വിളിക്കുന്ന കേരളത്തിലെ ആങ്കർമാരുണ്ടല്ലോ, ഏഷ്യാനെറ്റിലും 24-ലും അങ്ങനെ നിരവധി, ഇപ്പം മനോരമ മാതൃഭൂമിയും ഒക്കെ പോയി, അതുകൊണ്ടാണ് ഞാൻ ആ പേരിപ്പൊ പറയാത്തത്. അവർക്ക് ഒന്നും പ്രസക്തി വലുതായിട്ടില്ല. പക്ഷെ ഇവരാരും തന്നെ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാത്തത്? അപ്പോൾ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എത്രത്തോളം ശക്തമാണ്? കേരള പോലീസ് ഈ വിഷയത്തിൽ, ഞാൻ മനസ്സിലാക്കുന്നത്, കേരള പോലീസ് ഇപ്പോ കണ്ടെത്തിയിരിക്കുന്നത് നജീബ് കല്ലത്ര എന്ന കാസർഗോഡുകാരനാണ് ഇതിന്റെ കിങ് പിൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ഇതിന്റെ സൂത്രധാരൻ, ഇതിന്റെ മുഴുവൻ സൂത്രധാരൻ അയാളാണ്. മാസങ്ങൾക്ക് മുമ്പ് കുന്നത്തുനാട് ആസ്ഥാനമായുള്ള സൺ കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തില്, അതിന്റെ ഉടമസ്ഥന്റെ പേര് സണ്ണി വർഗീസ് എന്നാണ്. അയാളുടെ സ്ഥാപനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് കേരളത്തിലെ അവയവ മാഫിയയെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. പക്ഷെ ഈ അന്വേഷണ റിപ്പോർട്ടുകൾ ഒക്കെ തന്നെ അതിന്റെ ലോജിക്കൽ എൻഡിലേക്ക് പോകാതെ സത്യത്തിൽ ഇതിലെ കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വേണ്ടി വന്നു ഇത്തരം കാര്യങ്ങളൊക്കെ വീണ്ടും സമൂഹത്തിൽ ചർച്ചയാവാൻ എന്നുള്ളത് നമ്മുടെ നാടിന്റെ ദുര്യോഗമല്ലേ? നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയും ശ്രീ VD സതീശനും, അതുപോലെ തന്നെ കേരളത്തിന്റെ പുതിയ ആരോഗ്യമന്ത്രി ശ്രീ K മുരളീധരനും ഈ വിഷയത്തിൽ ഗൗരവമായ ഇടപെടലുകൾ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? അപ്പൊ ഇതിലെ ഒരു ചോദ്യം, 10 വർഷം ഭരിച്ച പിണറായി സർക്കാരിലെ ആരാണ് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയത്? മുഖ്യമന്ത്രി തന്നെ ആയിരുന്നു, അതോ ആരോഗ്യമന്ത്രി ആയിരുന്നു? അങ്ങനെ ആണെങ്കിൽ അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടോ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് സംബന്ധിച്ച് ഇതിന്റെ അതായത് ഈ അവയവ മാഫിയ വെറും അവയവ മാഫിയയും ആശുപത്രികളെയും കുറിച്ച് മാത്രമല്ല, ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച്, ഇവർക്ക് സ്വച്ഛന്തം ഇവിടെ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്ത ഈ മെഡിക്കൽ സംഘടനകളെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സമഗ്രമായ അന്വേഷണം, ആ അന്വേഷണമാണ് ഇവിടെ ആവശ്യം. ജുഡീഷ്യൽ അന്വേഷണമല്ല ഞാൻ പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് കാര്യമൊന്നുമില്ല. അത് ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ തള്ളിക്കളയാം. എന്റെ അഭിപ്രായത്തിൽ ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇതിലുണ്ട്, തികഞ്ഞ അഴിമതിയുണ്ട്, സമൂഹത്തിനെതിരെയുള്ള ഒരു കുറ്റകൃത്യമാണ്, ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണ്. UAPA ചുമത്തി വേണം ഇതിലെ പ്രതികൾക്ക് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത്. കാരണം അത്ര ഗുരുതരമായ വിഷയമാണ്. വീണ വിജയനെക്കാട്ടിലും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം എന്നാണോ ചെയ്തതിനേക്കാളും? അല്ല, അത് വീണ തന്നെ ആണോ അതിന്റെ പിന്നിലെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മുഖ്യമന്ത്രി പിണറായി ഗൗതമെന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി, ആരോഗ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലും ഈ ഒരു വിഷയം പൊങ്ങി വന്നാണല്ലോ. ഇതിൽ എന്ത് ക്രിയാത്മകമായ നടപടിയാണ് എടുത്തത്? അന്നത്തെ മുഖ്യമന്ത്രി എന്ത് ക്രിയാത്മക നടപടിയാണ് എടുത്തത്? ഈ കേരളത്തിലെ പല ആശുപത്രികൾക്കും വിദേശത്തുള്ള അവരുടെ ബ്രാഞ്ചുകളിലാണ്
ഒരുപാട് ഓപ്പറേഷൻ നടന്നതെന്ന് പറയും. ഇപ്പൊ വേറൊരു സംശയം ആരോഗ്യരംഗത്തെ പ്രമുഖരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതായത് ലോകത്തിലെ കുപ്രസിദ്ധരായ പല ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളും കേരളത്തിലെ ആശുപത്രികൾ വാങ്ങിച്ചു കൂട്ടുകയാണ്. കേരളത്തിലെ ആശുപത്രികളൊന്നും നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരുടെ അല്ല പലപ്പോഴും. അതിന്റെ യഥാർത്ഥ ഓണർമാർ അമേരിക്കയിലും കാനഡയിലും ഒക്കെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളായ ബ്ലാക്ക് സ്റ്റോൺ, ബ്ലാക്ക് റോക്ക്, അവർക്കൊക്കെ കേരളത്തിലെ കോർപ്പറേറ്റ് ആശുപത്രികളിൽ പിന്നെ ഷെയർ ഉണ്ട്. കേരളത്തിലെ ആശുപത്രികളിൽ മനുഷ്യരെ വെച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നതായിട്ട് വാർത്തകൾ വന്നു. ഇതൊന്നും പലരുടെയും സമ്മതമില്ലാതാണ് നടത്തുന്നത്. കേരളത്തിലെ റോഡ് അപകടങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ റോഡ് അപകടങ്ങളുടെ പിന്നിലേക്ക് അന്വേഷണം പോകേണ്ടതാണ്. കാരണം ഈ റോഡ് അപകടങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? അത് യഥാർത്ഥ റോഡ് അപകടം തന്നെയാണോ, അതോ യഥാർത്ഥത്തിൽ അത് ഈ കൊലപാതകങ്ങളാണോ? ഇത്തരം അവയവം എടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന കൊലപാതകങ്ങളാണോ ഇതെല്ലാം? പലപ്പോഴും എനിക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയക്കായിട്ട് അവരവിടെ ചെന്നു. അവരുടെ ശവശരീരമാണ് പിന്നെ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടുകാർ നോക്കേണ്ടതായിരുന്നു ഇവരുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അവിടെ ഉണ്ടോ എന്ന്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എത്ര മരണങ്ങളാണ്, ആരോഗ്യമുള്ള ആൾക്കാരുടെ മരണങ്ങളാണ് ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പലയിടത്തും നടക്കുന്നത്. ഇപ്പോ ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ പലപ്പോഴും ഈ പലരെയും, ഈ പാരമ്പര്യ വൈദ്യന്മാരെയും ആയുർവേദക്കാരെയും ഒക്കെ ഭയങ്കരമായിട്ട് തെറി വിളിക്കും. പക്ഷെ ഇത്തരം ആശുപത്രിയിൽ പോയിട്ട്, ഒരു രോഗമില്ലാത്ത ആൾ ആശുപത്രിയിൽ പോയിട്ട് ശവം വീട്ടിൽ വരുമ്പോൾ അപ്പൊ നമ്മൾ അതിനൊരു ന്യായം കണ്ടെത്തും. അതായത് കേരളത്തിന്റെ ആരോഗ്യരംഗം, കേരളത്തിന്റെ ലോഞ്ചിവിറ്റി കൂടിയത് കേരളത്തിന്റെ മെഡിക്കൽ കെയർ കൊണ്ട് അതൊന്നും അല്ല. നല്ല ഭക്ഷണം കഴിച്ചത് കൊണ്ടും കേരളത്തിന്റെ മൊത്തം ജീവിത സാഹചര്യം മെച്ചമായതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ ജീവിക്കുന്നത്. പണ്ടത്തെ എത്ര എണ്ണമില്ല കുട്ടികൾ, അതുകൊണ്ട് രക്ഷകർത്താക്കൾ കൂടുതൽ ശ്രദ്ധ അവർക്ക് കൊടുക്കും, നല്ല ഭക്ഷണം കഴിക്കുന്നു. അല്ലാതെ മെഡിക്കൽ അങ്ങനെ ഇത്തരം കണക്കുകളുമായിട്ട് ഡോക്ടർമാർ വരും, കള്ളക്കണക്കുകളുമായിട്ട്. അതിന് പിന്നെ ജോണറിസം എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് സത്യം, ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ചില കള്ളങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു പബ്ലിക് റിലേഷൻസ് തന്ത്രമാണ്. ശരിക്കും പറഞ്ഞാല് കേരളത്തിലെ മാധ്യമങ്ങള് സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു അപരാധമാണ് ഈ മേഖലയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടത്. ഈ ആശുപത്രികളിൽ ഈ പരിശോധന നടത്താനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ആശുപത്രികൾ നജീബിന് പല രീതിയിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ പൈസ കൊടുത്തതായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ED സൂചിപ്പിക്കുന്നത്. അപ്പോൾ പക്ഷേ ഈ നജീബ് എന്ന് പറയുന്നത് വലിയ ഏതോ ഒരു തലവന്റെ ബിനാമിയാകാനും സാധ്യതയുണ്ടല്ലോ. 100%. അത് സാധ്യതയല്ല, അങ്ങനെ തന്നെ ആവണം. അല്ലാതെ ഒരു വ്യക്തിക്കൊന്നും ഇത്തരം ചങ്ങലകൾ നിയന്ത്രിക്കാനൊന്നും സാധ്യമല്ല. കാരണം ഇവിടെ ഇപ്പം കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ്, ഒരു കൊലാട്രൽ ഡാമേജ് മാത്രമാണ്. അതിനേക്കാൾ ഗൗരവമുള്ള വിഷയം ജനങ്ങളുടെ പിന്നെ സമ്മതമില്ലാതെ അവരുടെ അവയവങ്ങൾ തട്ടിയെടുത്ത് വിൽക്കുകയും എത്ര പേരെ കൊല ചെയ്യുകയും ചെയ്തു. സമയം ഒരുപാട് അതിക്രമിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഇത് ഇത്ര ഗുരുതരമായ ഒരു വിഷയമാണത്. ഇത് തീർച്ചയായിട്ടും മണിക്കൂറുകൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, നിരന്തരം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇവരെയൊക്കെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടേണ്ട വിഷയമാണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങള് വിലക്കെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എങ്കിലും ഇത് സത്യം വെളിച്ചത്ത് കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.